സിറ്റിയിൽ താമസിക്കുന്നവർക്ക് പശു വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സിറ്റിയിൽ താമസിച്ച് പശു വളർത്തുന്ന ഒരു ക്ഷീരകർഷകനെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിൽ നിൽക്കുന്നത് പെരുമ്പാവൂരിൽ വീടിനോട് ചേർന്ന് 10 പശുക്കളെ വളർത്തുന്ന കുര്യാക്കോസ് ചേട്ടന്റെയും മകനായ ബേസിലിന്റെയും പശു ഫാമിലാണ്. ഇവിടെയുള്ളതെല്ലാം ഹൈബ്രിഡ് പശുക്കളാണ്. അതായത് 25 ലിറ്റർ മുതൽ 30 ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കളാണ്. അതുമാത്രമല്ല തൊട്ടടുത്ത് വീടുകൾ ഉണ്ടായിട്ടും 10 പശുക്കളെ വളർത്താൻ സാധിക്കുന്നത് പശു ഫാം പണിതപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ പശു ഫാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. പേര് പറയാവോ? എൻ്റെ പേര് കുര്യാക്കോസ്. ഇവിടെ ഇപ്പോൾ അടുത്തടുത്ത് വീടുകളൊക്കെയാണ്, പക്ഷെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ 10 പശുക്കളുണ്ടല്ലേ, അപ്പോൾ ഇവർ എങ്ങനെയാണ് മാനേജ് ചെയ്യണം? ആ വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇത് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചാണകം നമ്മള് ചാക്കിലേക്ക് വാരും. ഈ ചാക്കാണ് ഇത് TMRന്റെ ആണല്ലേ? ചാണകം കഴുകണതിന് മുമ്പ് ചാക്കിൽ വാരി നിറയ്ക്കും. ഈ ട്രോളിയിൽ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് നിറയ്ക്കും. നിറച്ചിട്ട് നമ്മള് വണ്ടിയുണ്ട്, വണ്ടിയിൽ നമുക്ക് വേറെ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിടും. അപ്പൊ ചാണകത്തിന്റെ പരിപാടി അങ്ങനെ തീർന്നു. കഴുകുന്ന മൂത്രവും വെള്ളവും ഇവിടെ ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലേക്ക് ചാടിക്കും അല്ലേ? ചാടിച്ചിട്ട് മോട്ടർ അടിച്ച് വേറൊരാളുടെ പറമ്പിലേക്ക് കൊണ്ടുപോയി അടിച്ചു വിടുക. അപ്പൊ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് പോണത്. ഇത് കൊള്ളാല, നല്ല ഐഡിയ ആണ്. കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് വേസ്റ്റ് ആയിട്ട് കിടക്കില്ല, ഒന്നും പോവില്ല, ഒരു മണവും ഇല്ല, ആർക്കും ഇതിൽ പരാതി പറയാനും ഇല്ല. ഇവിടെ നോക്കി തന്നെ തൊട്ടടുത്ത് വീടാണ്, അടുപ്പിച്ച് വീടാണ്. മണം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു പോണില്ലല്ലോ, ഒരു സാധനം പുറത്തു പോകണില്ല. എത്ര ലിറ്ററിന്റെ 2000-ന്റെ 2 വെച്ചിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട് ഇത് ഫില്ലാവും? 2 ദിവസം കൊണ്ട് ഫില്ലാവും. അപ്പൊ മോട്ടോർ വെച്ചിട്ടുണ്ട്, ആ മോട്ടോർ അടിച്ച് വേറെ പറമ്പിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള സജ്ജീകരണം ഉണ്ടല്ലേ? ഇവിടെ ഒരു മണോ ഒന്നുമില്ല, നല്ല നീറ്റാണ്. ഇത് കണ്ട. പിന്നെ വേറൊരു കാര്യം, ഫുള്ളി കവറാട്ടോ. കവറാക്കിയത് എന്നാന്ന് വെച്ചാൽ പരിസരത്തേക്ക് നമുക്ക് സ്മെല്ല് പോകാതെ ഒരു പരിധി വരെ എന്നുള്ള ഒരു ഇതാണ് ഉദ്ദേശം. ചേട്ടാ, അപ്പൊ ഇവിടെ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ 10 പശുവേ ഉള്ളൂ. 10 പശുവേ ഉള്ളൂ. ഒരു 20 പശുവിനെ സുഖമായിട്ട് രീതിയിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എത്ര നാളായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ? ഞാനിപ്പോ ഇതൊരു 3 മാസമായി തുടങ്ങിയിട്ടുള്ളൂ. ഇത് പരീക്ഷണാർത്ഥം ചെയ്തതാണ്. എങ്ങനെയാണ് അതിന്റെ കാര്യം ഒന്ന് പറയാമോ? യൂട്യൂബിൽ ഇങ്ങനെ ഇത് കാണും, പലതവണ കണ്ടു. അപ്പൊ പശുക്കളെ കണ്ടു, പാലിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴ് തെറ്റില്ല, എന്നാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് 25 ലിറ്ററിൽ താഴെയുള്ള പശു ഇല്ല ഇവിടെ. ഹൈബ്രിഡ് പശുക്കളാണ് ഉള്ളത്. 25-ന് മുകളിലേക്കുള്ള പശുക്കളുള്ളൂ. അപ്പൊ കൊണ്ടുവന്നിട്ട് വലിയ തെറ്റുമില്ല. എങ്ങനെയുണ്ട് നമുക്കിപ്പോ 10 പശുവിൽ നിന്ന് എല്ലാ ചെലവും ഭായിമാരാ പണിയണം. ഞാൻ പണിയൊന്നുമില്ല, എല്ലാ പണിയും ചെയ്യണു. പുല്ലില്ല ഇവിടെ, പുല്ല് കൊടുക്കുന്നില്ല. TMR-ഉം സൈലേജും. അത് 2 കൊടുക്കുള്ളൂ. ഒരു ശകലം വക്യോലും കൊടുക്കും. അതല്ല കൂടുതൽ പുല്ലോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പുതിയ മോഡലിൽ തന്നെ, എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ അല്ലേ? നമുക്ക് അധികം കഷ്ടപ്പാടില്ലാതെ. ഇപ്പൊ TMR ആണെങ്കിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. സൈലേജും അങ്ങനെ തന്നെയല്ലേ, പൊട്ടിച്ചിട്ട് കൊടുത്താൽ പരിപാടി തീർന്നു. പല്ലറ്റ് സാധനങ്ങൾ കൊടുക്കൂലേ? തീറ്റയ്ക്ക് കൊടുക്കുന്ന ഇത് വക്യോല ഒരു ശകലം വൈകിട്ട് ചാണകം ഒന്ന് ഉറച്ചു വരാൻ വേണ്ടി. ഇതിന്റെ അകത്ത് ഇപ്പൊ എന്തൊക്കെയുണ്ട് ചേട്ടാ? വീർ വേസ്റ്റ്, അത് വീർ വേസ്റ്റ്. പിന്നെ ഗോതമ്പൊടി. ഇത് ചെറിയ പല്ലറ്റാലോ? അത് ഒരു പരീക്ഷണാർത്ഥം കൊണ്ടുവന്ന ചേട്ടൻ ഇതിലെല്ലാത്തിനും പരീക്ഷണം. ഇത് പഞ്ചാബ് 40 ലിറ്റർ പാലിലും മുകളിലുള്ള പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയാ. ഇതിന്റെ പേര് ലാക്ടോപോർ. അപ്പൊ അത് കൊടുത്താൽ പശുവിന് വേണ്ട എല്ലാ ഇതും അതിലുണ്ട്, പശു ക്ഷീണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേക്കണം. ഇവിടെ പാർട്ടി കൊണ്ടു തന്നു. അതെല്ലേ? ഇതിപ്പോ എത്ര കിലോ? 50 കിലോ ചാക്ക. നമുക്ക് എത്ര റേറ്റ്? കൂടുതലാ, 2000 രൂപ വരും. അപ്പൊ ഞാൻ ഒരു ശകലിച്ചോ. അതെങ്ങനെയാ അതിന്റെ കണ്ടീഷൻ ഒന്ന് മനസ്സിലാവാൻ. ബാക്കിയൊക്കെ വില കുറഞ്ഞ ഇത്തിരി പരുത്തി ഉണ്ട്, കടലപ്പിണ്ണാക്ക ശകലമുണ്ട്, എള്ളും പിണ്ണാക്ക ശകലമുണ്ട്. ഇങ്ങനെ 2 നേരം കുറച്ച് ഇട്ട് കൊടുക്കും. ഇത് 10 പശുക്കൾക്ക് വേണ്ടി അത്രേ ഉള്ളൂ. ഇതിന്ന് ഒരു പിടി അങ്ങോട്ട് എടുത്തിടും അല്ലേ? ഇത് 10 എണ്ണത്തിനാക്കി ഇട്ട് കൊടുക്കും ഒരു നേരം. 2 നേരം അതുപോലെ കൊടുക്കും. അപ്പൊ ഇത്രത്തോളം തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ 10 പശുക്കളുണ്ട്. അപ്പൊ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഏറെക്കുറെ ഒരു 250 ലിറ്റർ പാല് 10 പശുവില് ഡെയിലി. ഇപ്പൊ ഇതൊക്കെ ഒരു 30-ന് മുകളിൽ പാലുള്ള, അതൊരു 30, ബാക്കി 25, അങ്ങനെ ഒരു ആവറേജ് തോതിലുള്ളതാണ്. അതുകൊണ്ട് ഒരു 250 ലിറ്റർ പാല്
240, 250 ആ ഒരു ആവറേജിൽ പോകും. ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഒരു 3 മാസം. അതിനു മുമ്പ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ചെറിയ പശുക്കളെ വളർത്തി ധാരാളം വളർത്തിയിട്ടുണ്ട്. അതൊക്കെ നിർത്തിയിട്ടുമുണ്ട്. ലാഭമില്ല. ഏത് പശു? ജേഴ്സി പശു, എച്ചപ്പ് പശുക്കളൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇവിടെയായിരുന്നോ? ഇവിടെയല്ല, എനിക്ക് കട്ടപ്പനയിൽ തോട്ടമുണ്ട്, അവിടെ വളർത്തിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടൊക്കെ 1-2 വളർത്തിയിട്ടുണ്ട്. ചെറുപ്പാലം മുതൽ കന്നാലി വളർത്തുന്നുണ്ട്. പിന്നെ അതൊക്കെ നിർത്തി തോട്ടമൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി. ഇതിങ്ങനെ യൂട്യൂബിൽ കാണാൻ തുടങ്ങി. ഇപ്പോൾ പശുക്കളൊക്കെ കണ്ടപ്പോൾ തർക്കമില്ല. അപ്പം അങ്ങനെ ഒരു 10 പശുവിനെ ഒന്നിച്ച് പോയി. ഇതാണ് ഇവിടുത്തെ തൊഴുത്ത്. ഇതിൻ്റെ അകത്ത് സാധാരണ സിമ്പിൾ ആയിട്ട് രീതിയിൽ ചെയ്തേക്കുന്നത്. ഇതിപ്പോ എത്രാമത്തെ പ്രസവമുള്ള പശുക്കളൊക്കെ? ഇത് 2ാമത്തെ പ്രസവം, ഇത് 2ഉം 3ാമത്തെ പ്രസവം, ഇത് 2ഉം 2ാമത്തെ പ്രസവം, അത് 3. അങ്ങനെ അപ്പുറം 2, 3. ഇത് എവിടുന്ന് ഈ പശുക്കളൊക്കെ എടുത്തപ്പോ? കൃഷ്ണഗിരിയാ. അപ്പൊ എങ്ങനെ ഇവിടെ വന്നപ്പോ സെറ്റ് ആയോ? സെറ്റ് ആവാൻ ഇച്ചിരി ഭാരമുണ്ട്. ചെറുതായിട്ട് അസുഖമൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഡോക്ടറെ വിളിച്ച് മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കി. അതായത് നമ്മുടെ കാലാവസ്ഥയോട് യോജിപ്പിച്ചു. കാലാവസ്ഥ യോജിക്കാത്തതല്ല, ഇതിന് തൈലേറിയ എന്നൊരു അസുഖമുണ്ട്. അവിടെ നിന്ന് വരുമ്പോഴേ ഉണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത് ചെറുതായിട്ട് ശരിക്കും ബാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഡോക്ടറെ കൊണ്ടുവരാൻ നോക്കുക. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. തുടക്കത്തിലേ ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന പശുക്കളെല്ലാം ഒരുമിച്ചാണ് ചേട്ടൻ വാങ്ങിയത്? അതെ. ഒറ്റ ദിവസം വാങ്ങിച്ചതാണ്. എനിക്കിപ്പോൾ വേറെ ഇതിനകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നല്ല. ഞാൻ വലിയ പണിയൊന്നും ചെയ്യണ ആളല്ല. ഇത് ചെയ്യുന്നതൊക്കെ ഭാര്യ ചെയ്തോളും. മകൻ ബാക്കി കാര്യം. മകൻ വക്കീല. അപ്പൊ മോന്റെ സപ്പോർട്ട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? മോനാണ് ശരിക്കും നടത്തണത്. നമുക്ക് ഇത്രയും പശുക്കളുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് വരുമാനം കിട്ടും? അങ്ങനെ ദിവസം ഒരു 5000 രൂപ ബാക്കി വരും. 5000 രൂപ ബാക്കി വരുമോ? എങ്ങനെയത്? നമ്മളെങ്ങനെ? അല്ല, ഞാൻ കൊടുക്കുന്ന തീറ്റകളുടെ ഇതിപ്പോ ഏകദേശം നമുക്ക് ഈ തീറ്റയ്ക്കൊക്കെ ഒരു ദിവസം എത്ര ചെലവ് വരും? ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു 5 കിലോ, എല്ലാം കൂടി 5 കിലോ ഉള്ളു. ഇത് ഒറ്റ നേരത്തെ അല്ലേ? ഒരു നേരത്തേക്ക്. കപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഈ കപ്പ വേഷമൊക്കെ 14 രൂപ കിലോ വരും. അതൊരു 2 കിലോ കൊടുക്കും. ഗോതമ്പോട് 1 കിലോ കൊടുക്കും. 2 കിലോ കേസ് കൊടുക്കും. അങ്ങനെയുള്ള തീറ്റ വെച്ച് നോക്കുമ്പോൾ ഇതിന് വലിയ പൈസ വരുന്നില്ല. ഒരു 350 രൂപ താഴെ നിൽക്കും. ബാക്കി സൈലേജും TMR ഒക്കെ കൂടി ഒരു 100 രൂപ കൂടി കൂട്ടിക്കോ. ഒരു 450 രൂപ വരുമെന്ന് കൂട്ടിക്കോ. 500 പണിക്കാരൊക്കെ കൂടി 500 രൂപയുടെ പുറത്ത് പോകുന്നു കൂട്ടിക്കോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ കഷ്ടപ്പാടൊന്നും നടത്താനില്ല. എന്നാലും 10 പശു ഉള്ളൂ. ഇങ്ങനെ 5000 രൂപ ബാക്കി കിട്ടും ഒരു ദിവസം. കൊള്ളാട്ട, അടിപൊളി. അപ്പൊ ഇത്രയും വലിയ തൊഴുത്ത് പണിയാൻ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ? എനിക്ക് തോട്ടത്തില് പൈസക്ക് വഴിയുണ്ട്. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. ചെയ്തപ്പോ ഒരു വൃത്തിക്ക് ചെയ്യാം. അടുത്ത് വീടുകളുണ്ട്, പ്രശ്നം ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ വന്നാലും ഇതിന് പ്രശ്നം വരുമെന്ന് അറിഞ്ഞു വെച്ച് ചെയ്തേക്കണതാണ്. എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനായിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയല്ലേ? പൊക്കം ഇത്രയും കൊടുത്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ ചൂട് ഭയങ്കര ചൂടാണ്. അപ്പൊ ചൂടിന് മിസ്റ്റ് ഇട്ടിട്ടുണ്ട്. മിസ്റ്റ് ഉണ്ട്. ആ തകടയിലേക്ക് അടിക്കും മിസ്റ്റ്. അപ്പോൾ പിന്നെ ചൂട് 1-2 പ്രാവശ്യം ഇത് ഇട്ട് കൊടുത്തോണ്ട് ഫാനും ഇട്ട് കൊടുത്താൽ ചൂട് ഫിനിഷായി. മറച്ചേക്കുന്ന ബുദ്ധിമുട്ടാണ്, ചൂട് കൂടുതലാണ്. അതിനു വേണ്ടിയാണ് മിസ്റ്റ് ഒക്കെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പശുക്കൾ വളർത്തുന്നതുകൊണ്ട്? പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആളുകൾ പറയും. പ്രശ്നങ്ങളെല്ലാം ഒരാളുടെ പ്രശ്നം തീർക്കാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കറക്റ്റായ പരിപാടി. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പശു വളർത്തുന്നു അല്ലേ? ഇതിൽ കൂടുതൽ ഇപ്പൊ എത്ര സ്ഥലമുള്ളിടത്തും ആർക്കും ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. നല്ല വൃത്തിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടിയിൽ പിന്നെ മാറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം പശുക്കൾക്ക് നിൽക്കാവുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് നോക്കിയാൽ പോലും ഈ തൊഴുത്തിൽ വന്നിട്ട് കുറ്റം പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ 10 പശുക്കളുണ്ട്. ഇനി പശുക്കൾ കൂട്ടാൻ പോവാണോ? അടുത്ത ആഴ്ചയില് പശുക്കളെ കുറച്ച് കൊണ്ടുവരും. അതെയോ? അപ്പൊ ഇതിവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ കറക്റ്റായി പോയിക്കൊണ്ട് ഞാൻ വേറെ സ്ഥലം എടുത്തിട്ടുണ്ട്. അവിടെ വലിയ ഫാം പണിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് അത്യാവശ്യം സക്സസ്ഫുൾ ആണെന്ന് അറിഞ്ഞിട്ടാണ് പിന്നീട് വേറൊരു ഫാമിൽ. ഇത് മനസ്സിലായി കഴിഞ്ഞു. അതെ, ഇതില് പരാജയമില്ല. അതെ, എല്ലാത്തിനെയും 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. അപ്പൊ ഈ പറയുന്ന ഇൻഷുറൻസ് പ്രൈവറ്റ് ആണോ? പ്രൈവറ്റ് ആണോ? അത് എങ്ങനെയാ നമ്മൾ എടുത്തത്? എങ്ങനെ? അത് മിൽമയുടെ ഡോക്ടർ വരും. നമ്മൾ ഒരു പശുവിന് 7000 രൂപ
പ്രീമിയം അടയ്ക്കണം പ്രീമിയം ഒരു വർഷത്തേക്ക്. ഓക്കെ ഓക്കെ. ഇപ്പൊ പ്രൈവറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമല്ലോ അവരൊക്കെ? കാര്യങ്ങൾ ഈസിയാണ്. ഓക്കെ. പ്രശ്നമില്ല. അപ്പൊ ഈ പറഞ്ഞ സംഭവത്തിന്റെ കവറേജ് എങ്ങനെയാ? എന്തെങ്കിലും പെട്ടെന്ന് വല്ല മരിച്ചോ എന്തെങ്കിലും അങ്ങനെ വന്നാല് മുഴുവൻ പൈസ നമുക്ക് കിട്ടും. ഓ പിന്നെ കാമ്പ് അങ്ങനെയുള്ള ചെറിയ ഇതിനൊക്കെ ചെറിയ ചെറിയ പൈസകളൊക്കെ കിട്ടും. അതൊക്കെ വലിയ എളുപ്പമല്ല. ഇതിലിപ്പോ ഒരേ ഒരു കാര്യം ഉദ്ദേശിക്കുന്നു, പശു നഷ്ടപ്പെട്ടാൽ പൈസ. പശുവൊക്കെ 1.5 ലക്ഷം രൂപയുടെ പശു. അത് 30-നൊക്കെ മുകളിൽ പാലുള്ള പശു. ഈ പശു 29-30 ലിറ്റർ പാലുള്ള പശു. അപ്പം നമ്മൾ കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞ പാൽ തന്നെ കിട്ടി? അവര് പറഞ്ഞതിൽ വലിയ തെറ്റില്ല. ഇല്ലില്ല, അവരേറെക്കുറെ പറഞ്ഞതെല്ലാം ശരി തന്നെ. അപ്പം പശു വാങ്ങിക്കുമ്പോൾ കുറച്ച് നോക്കി വാങ്ങിക്കും. സാധാരണ ജേഴ്സി പശു അല്ലെങ്കിൽ HF ക്രോസ് ആണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഇതുങ്ങളുടെ പാല് കുറയും. അപ്പൊ ഇതുങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഇതിന്റെ കാര്യത്തില് ഈ പശുക്കൾ വന്ന ഉടനെ തന്നെ പിറ്റേ ദിവസം മുതൽ പ്രസവിക്കാൻ തുടങ്ങി. ഓരോന്ന് അസുഖവും പിടിച്ചു. അതുകൊണ്ട് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടി പാലിച്ചിരി കുറവായിരുന്നു. ഇപ്പം അത് കവറായി വന്നപ്പോഴാണ് പശുക്കൾ പാലായി വരുന്നത്. 3 മാസമായി, അപ്പോഴാണ് പശു പാലായി വരുന്നത്. ഇത് 25 താഴെ നിന്നതാ. ഇപ്പം ഇത് 30 എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വേണ്ട, 10-28 ഓടിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ എൻ്റെ നോട്ടത്തിൽ ഈ പശുക്കളൊരു 4-5 മാസത്തേക്ക് അങ്ങനെ പാല് ആയി വന്നാൽ താഴെ പോവില്ല. പശു നീണ്ട് കറക്കും. നീണ്ട കറവ. അതാണ് ഈ പശുവിൽ ഞാൻ കണ്ടേക്കണ വ്യത്യാസം. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ യാദൃശ്യമായിട്ട് ഉണ്ടാവും. അത് നോക്കണം. ഇതൊരു ജീവനാലോ, അത് നോക്കണം. അല്ലാതെ ഇപ്പം ഇതിനകത്ത് വലിയ കുറ്റങ്ങൾ പറയാനില്ല. നല്ല ശ്രദ്ധ വേണം. പണിക്കാരാ പണിയണെങ്കിലും എന്നതിനെ ശ്രദ്ധിക്കണം. നമ്മൾ കൂടെ വേണം അല്ലേ? മോനാണ് നോക്കണേ. അവൻ കോടതി പോവും, കാലത്ത് പോണതിന് മുമ്പൊക്കെ നോക്കും. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചു പറയും, അപ്പൊ തന്നെ ഡോക്ടർ വിടും. സാധാരണ ഹൈബ്രിഡ് പശുക്കളെ വളർത്താൻ ക്ഷീരകർഷകർക്ക് ഭയങ്കര പേടിയായിരിക്കും. ചേട്ടൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? എനിക്ക് ഒരു കാര്യത്തിനും പേടിയില്ല. അതെയോ? അതെന്നാന്ന് വെച്ചാ എൻ്റെ അനുഭവം വട്ടപൂജ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പണിയെടുത്തുണ്ടാക്കിയതാണ് ഇതെല്ലാം. ചേട്ടന്റെ അനുഭവം എന്ന് പറയാം. ഫസ്റ്റ് ചേട്ടൻ വട്ടപൂജയായിരുന്നു പറഞ്ഞു. അതെങ്ങനെയാണ്? ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും എനിക്കുണ്ടായില്ല. അതെയോ? അപ്പൊ പണിയെടുത്ത് കുറച്ചുണ്ടായി. അങ്ങനെ വന്ന് ഇവിടെ ആയിരുന്നു. ഈ വീടും വേറെ സ്ഥലവും ഇത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇവിടെ നടന്നിട്ട് പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ അത് വിറ്റു. വീട് മാത്രം വിറ്റില്ല. കട്ടപ്പന പോയി സ്ഥലം വാങ്ങിച്ചു, ഏലത്തോട്ടം ഉണ്ടാക്കി. അപ്പം അങ്ങനെ ചെറുതിലും തുടങ്ങിയല്ലേ? ഓ, ഞങ്ങൾക്കൊക്കെ നല്ലൊരു ഇൻസ്പിറേഷനാണ്. കാരണം വട്ടപൂജത്തിൽ തുടങ്ങിയത്. ഇപ്പം നോക്കി, ഒരു വലിയൊരു ഫാമാണ്. 10 പശുക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഏകദേശം കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ചേട്ടൻ ജീവിക്കുന്നുണ്ട്, മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അതെ, കുഴപ്പമൊന്നുമില്ല. ഇത്തരത്തില് ഈ വലിയ പശുക്കൾ, അത് ഹൈബ്രിഡ് പശുക്കളെ വാങ്ങുമ്പോൾ ക്ഷീരകർഷകർ എന്താണ് ചെയ്യേണ്ടത്? ചേട്ടൻ്റെ അഭിപ്രായം പറയാമോ? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കുറച്ച് മനോധൈര്യം വേണം. അതല്ലെങ്കിൽ ഇതിലേക്ക് പോകാൻ പറ്റില്ല. ചെറിയൊരു അസുഖം വരുമ്പോഴത്തേ അയ്യോ എന്ന് പറഞ്ഞാൽ പാളും. ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ കുറച്ച് തൻ്റെ ഇടം വേണം. അതാണ് മെയിൻ കാര്യം. പിന്നെ പൈസ മുഖ്യമാണ്. പൈസ ഇല്ലാത്തവനെ ചെന്ന് ചാടിയിട്ട് അയ്യോ പത്തെന്ന് പറഞ്ഞാലും അവനും പൊളിഞ്ഞു പോകും. ചെയ്താൽ തെറ്റില്ല. ചേട്ടൻ്റെ അനുഭവം? ചെയ്യാം, ആർക്കും ചെയ്യാം. അധികം എണ്ണം വേണ്ട. 10 പശു വളർത്തുന്നിടത്ത് 5 പശു മതി. ഇതുപോലെ പാലുള്ള പശുക്കൾ വേണം. വലിയ പശുക്കളായിരിക്കണം, പാലുള്ളതായിരിക്കണം. അധികം പ്രായം ഉണ്ടാവരുത്. കടിഞ്ഞൂല് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. കാമ്പ് കേട് അങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ പോയി. 2ാം പേർ പിന്നെയും വിശ്വസിച്ച് വാങ്ങിക്കുക. 2ാം പേർ പശു വാങ്ങിച്ചാൽ വലിയ തെറ്റ് വരില്ല. വരുമ്പോൾ തന്നെ ഇൻഷുർ ചെയ്തോളുക, ബ്ലഡ് നോക്കിക്കോളുക. കാര്യം 5 പശു മതി ഒരു വീട്. 5 പശു കൊണ്ട് ജീവിക്കാം. അപ്പൊ ഈ 5 പശു കൊണ്ട് ജീവിക്കാന്നാണോ, അത് എടുത്തു വെക്കാൻ പറ്റും പൈസ? എങ്ങനെയാ? ഞാൻ പറഞ്ഞ ഇതുപോലുള്ള പശുക്കൾ വാങ്ങിച്ചാൽ 5 പശുവിൽ നിന്ന് 2500 രൂപ ദിവസ വരുമാനം ബാലൻസ് ഉണ്ടാവും. 5 പശുവിനെ വളർക്കണേന് വേറെ ആള് വേണ്ട അങ്ങനെ ചെയ്യുന്നവർക്ക്. അപ്പൊ 2500 അല്ലാതെ കൂടുതലും വരും. പണിക്കാശ് കൊടുക്കണ്ട. 5 പശുവിന് വേണ്ടി വേറെ കറണ്ടും ബില്ലും അങ്ങനെയുള്ള പല സംഭവങ്ങളും അങ്ങ് ഒഴിവാകും. അപ്പോൾ 2500 അതിൽ കൂടുതൽ ബാലൻസ് ഉണ്ടാവും. അത് മിൽമേൽ പാലളക്കാതെ പുറത്തുകൂടി വിൽക്കുകയാണെങ്കിൽ
നല്ല വരുമാനം ഉണ്ടാവും. അതിൽ കൂടുതൽ എന്തിനാ ഒരു 5 നമുക്കൊരു ഒരു ചെറിയ വീട്ടുകാരനും വളർത്താം. ഇതുപോലത്തെ 2 പശു മേടിക്കുമ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവ് വരും. 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 70 ലിറ്റർ പാല് ദിവസം കറന്നുകൊണ്ടിരിക്കും. അത് ലോക്കലിൽ കൊടുത്താൽ ഒരു 60 രൂപ വിലയ്ക്ക് വിൽക്കാം. ഓടിച്ച് 7 6 42 4000 രൂപ കിട്ടുമെന്ന് നോക്കിക്കോ. 2 പശുവിന് എന്ത് ചെലവ് ചെയ്യണം? ഒരു 1200 രൂപ ചെലവായിക്കോട്ടെ, അതിൽ കൂടുതൽ വേണോ? ഇവിടെ ചേട്ടൻ തന്നെ പറഞ്ഞു ഒരു ദിവസം 350 400 അത്രേ ഉള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് നോക്കുന്നവന് ഇത്തിരി പുല്ല് മുറിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ആണെങ്കിൽ പൈസ കൂടുതലുണ്ടാവും. അവന്റെ കഷ്ടപ്പാട്. ഇതിപ്പോ ഞാൻ അങ്ങനെ കഷ്ടപ്പെടണില്ല. ഞാൻ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കണോ, ആളെ വെച്ച് പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ 5000 ഉള്ളത് സൊസൈറ്റിയിലാണോ അതോ എല്ലാ പാലും സൊസൈറ്റിയിലാവും. സൊസൈറ്റി കൊടുത്തിട്ട് പോലും ഒരു 45 രൂപ താഴെ 40-ന് മുകളിൽ വില കിട്ടുന്നുണ്ട്. അതെ, ഓക്കെ ഓക്കെ. അതിൽ നിന്ന് നമുക്ക് 5000 രൂപ ഒരു കംപ്ലൈന്റും ഇല്ലാതെ ബാക്കി വരണം. സാധാരണ സൊസൈറ്റി കൊടുത്ത് ഒന്നും കിട്ടില്ലെന്ന് കിട്ടില്ല എന്ന് ആളുകൾ പറയണു. പശുവിനെ മേടിച്ച് കെട്ടിയിട്ടാ കാര്യം നടക്കില്ല. അതിപ്പോ 10 പശുവിനൂടെ 2 ആള് പണിക്കാരുണ്ട്. എന്തെങ്കിലും കുറവ് വന്നാൽ അപ്പോൾ തന്നെ അത് പറയാനും ചെയ്യാനും പണിക്കാർക്കുടെ ഉത്തരവാദിത്വം അവർ ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. നമ്മളിപ്പോൾ ഇത് പരീക്ഷിക്കാൻ ഇപ്പം ആരും ഇവിടെ അടുത്താരും പരീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. പഞ്ചാബിലെ പശുക്ക് കൊടുക്കണം തീറ്റ. അവിടെ 40-ന് മുകളിലേക്ക് കറക്കുന്ന പശുവിന് ഈ തീറ്റ, 25 കിട്ടുന്നതിന് വേറെ തീറ്റ, അതിനൊക്കെ ഓരോ വിലയാണ്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നതാണ്. അതെ അല്ലേ. പലർക്കും ഡൗട്ടാണ് ഈ 30 ലിറ്റർ പാലുൽപാദനം കിട്ടുമോ എന്നൊക്കെയാണ്, വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത് അടുത്ത പേരിന് ഈ പശു ഇവിടെ നിന്ന് പെറ്റാൽ 40-ന് മുകളിലാണ് കറവാണ്. ചേട്ടന്റെ അഭിപ്രായം കറക്കും, ഉറപ്പാണ്. ഇവിടെയുള്ള 10 പശുക്കളെ കറക്കുന്നതാണോ? കറക്കണതാണ്. ചെനയിലൊന്നുമില്ല? ചെനയൊന്നുമില്ല, എല്ലാം ഒരേ ടൈപ്പിൽ പ്രസവിച്ചേക്കണ പശുക്കളാണ്. അപ്പൊ ഇതിങ്ങൾ ചെനയിലാവുമ്പോ പിന്നെ എങ്ങനെ? വേറെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ ചെനയായി കറവ പറ്റാവണതിനെ ആ സ്ഥലത്തേക്ക് മാറ്റും. വേറെ പശുക്കളെ അവിടെ കൊണ്ടുവന്ന് ചെനയുള്ള കിടാക്കളെ ഇപ്പോഴേ പോയി കൊണ്ടുവന്ന് അതിനെ ഇവിടെ നിർത്തി പരിപാലിച്ച് പ്രസവിപ്പിക്കാനാണ് ഉദ്ദേശം. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കൂലേ? കുട്ടികളെ വളർക്കാന്ന് വെച്ചാൽ ചെനയുള്ളത് കിട്ടും. 2 മാസം ചെനയൊക്കെ ഉള്ളത് കിട്ടും. ചിലതൊക്കെ ഉറപ്പായിരിക്കില്ല. അത് കൊണ്ടുവന്നാൽ 2 മാസം പോയിട്ട് നമ്മൾ 7 മാസം വളർത്തിയാൽ മതി. അപ്പോഴേക്കും വലിയ പശുവായി. ഇപ്പൊ ഒരു 60 രൂപ മുടക്കിയാൽ നമുക്കൊരു 1.5 ലക്ഷം രൂപയായി. 7 മാസം തീറ്റ കൊടുത്താൽ. അത് ഇതുപോലത്തെ പശുക്കുട്ടികളെ വേണം അല്ലേ? ഇത് തന്നെ കിട്ടും. അതിലേറ്റവും കൂടിയ ബ്രീഡ് ഒരു 60 രൂപ വരും. ചിലപ്പോൾ 2 മാസം ചെന കാണും, ചിലത് നുണ പറയും. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റാം. എന്നാൽ 7 മാസം അല്ലെങ്കിൽ 8 മാസം ചെനയിൽ കുത്തിവെച്ചാൽ 8 മാസം. അപ്പം അങ്ങനെ ചെയ്ത് ഇവിടെ നിന്ന് പ്രസവിച്ചാൽ ഇതിൽ നിന്ന് പാല് കൂടും. അത് ഉറപ്പാണ്. ഇതുങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പാലുൽപാദനം ഉണ്ട്. അപ്പൊ ഇത് പാലുൽപാദനം നിന്ന് കഴിയുമ്പോൾ അതുങ്ങൾ പ്രസവിക്കും. അങ്ങനെ റൊട്ടേഷൻ ചെയ്യും. അല്ല, അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊരു 10-50 എണ്ണത്തിനെങ്കിലും കിടാക്കളെ കൊണ്ടുവരും. അതാണ് ഉദ്ദേശം. അതിവിടെ നിർത്തി പ്രസവിപ്പിക്കുക, അല്ലാതെ ആള് വന്നാൽ വിൽക്കുക. അപ്പൊ ഇവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ അസുഖം പ്രശ്നങ്ങളെല്ലാം തീർന്നു. പശു സെറ്റാവും. ഒന്നും പേടിക്കാതെ വാങ്ങിക്കുന്നവനും സന്തോഷം. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പെരുമ്പാവൂരുള്ള കുര്യാക്കോസ് ചേട്ടൻ്റെയും മകനായ ബേസിലിൻ്റെയും വ്യത്യസ്തമായ പശു വളർത്തലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.